അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ് ഫസ്റ്റത്തെ ചാനൽ മലയാളത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. നിനക്കെന്നാ മലയാള വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാല്ലേ, ഷോർട്സ് എല്ലാം ഇട്ടോ, ഒരു കുറേ വീഡിയോസ് എല്ലാം എനിക്ക് അയക്കുന്നുണ്ടേ, പറഞ്ഞു ഇങ്ങനത്തെ കണ്ടന്റ് എടുത്തോ, ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് എന്നായി പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ചാനലുണ്ട് തുളു. ഞാൻ ആ ചാനൽ വിട്ടിട്ട് മലയാള ചാനൽ വരുമ്പോൾക്ക് ആ ചാനൽ എപ്പോൾ ഡൗൺ ആയി പോയാൽ അതൊരു എനിക്ക് ടെൻഷൻ. മറ്റൊരു ചാനലുണ്ട് തുളു ചാനൽ. തുളുവിൽ ഞാൻ വ്ളോഗ് ചെയ്യലുണ്ട്, ഷോർട്ട് വീഡിയോസ് എല്ലാം ചെയ്യലുണ്ട്, നല്ല നല്ല കണ്ടന്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് 2.5K സബ്സ്ക്രൈബേഴ്സ് എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട്. ഓരെല്ലാവരും വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓക്കെ പറഞ്ഞു, ഒന്നും റിസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. നീ ചെയ്തു മലയാളം വ്ളോഗ്. സോ അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ്, ഫസ്റ്റത്തെ ചാനൽ മലയാളത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. മലയാള ആൾക്കാരാവട്ടെ, കർണാടക ആൾക്കാരാവട്ടെ, തുളു, കന്നഡ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ചാനൽ പറഞ്ഞെങ്കിൽ മലയാളത്തിൽ ഇത് എൻ്റെ ഫസ്റ്റ് ചാനൽ. പിന്നെ എൻ്റെ മറ്റൊരു ചാനലുണ്ട് തുളു ചാനൽ. തുളുവിൽ ഞാൻ വ്ളോഗ് ചെയ്യലുണ്ട്, ഷോർട്ട് വീഡിയോസ് എല്ലാം ചെയ്യലുണ്ട്, നല്ല നല്ല കണ്ടന്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് 2.5K സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്. എന്നാലും എനിക്ക് മലയാള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ ചെയ്യാമെന്ന് ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇത്ര ദിവസം എനിക്ക് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. മലയാളത്തിൽ വ്ളോഗ് ചെയ്യണം, ഷോർട്സ് ചെയ്യണം ഒന്നും ഇല്ലായിരുന്നു. ഒരു 1 വീക്ക് 2 വീക്സ് ബാക്ക് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്നാ മലയാള വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാല്ലേ, ഷോർട്സ് എല്ലാം ഇട്ടോ, ഒരു കുറേ വീഡിയോസ് എല്ലാം എനിക്ക് അയക്കുന്നുണ്ടേ, പറഞ്ഞു ഇങ്ങനത്തെ കണ്ടന്റ് എടുത്തോ, ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് എന്നായി പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ചാനലുണ്ട് തുളു. ഞാൻ ആ ചാനൽ വിട്ടിട്ട് മലയാള ചാനൽ വരുമ്പോൾക്ക് ആ ചാനൽ എപ്പോൾ ഡൗൺ ആയി പോയാൽ അതൊരു എനിക്ക് ടെൻഷൻ ഉണ്ടേ, എങ്ങനെ ഞാൻ ആ ചാനൽ വിട്ടിട്ട് വരുന്നത്. അതിൽ 2.5 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ ആ ചാനൽ വിട്ടൊന്നും ചെയ്യണ്ട, അതിലും നീ വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നു, മലയാളത്തിൽ കുറച്ച് കൂടുതലായിട്ട് വീഡിയോസ് ഷോർട്സ് എല്ലാം ഇട്ടോ, ആൾക്കാർ നോക്കൂ എന്ന് പറഞ്ഞു. സോ അപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഓള് ഇന്നാളെ മുന്നേ പറഞ്ഞു, 2 days ബാക്ക് പിന്നെ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നാന്ന് ഒരു മലയാളം സ്റ്റാർട്ട് ചെയ്യും വ്ളോഗ്സ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു എൻ്റെ മറ്റൊരു ചാനൽ ഉണ്ടല്ലേ, അതൊരു 5K സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആവട്ടെ, പിന്നെ ഞാൻ ഈ മലയാളം ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു വേണ്ട, നീ ഇപ്പോഴെന്ന് തുടങ്ങിക്കോ, ഇപ്പം തുടങ്ങിയെങ്കിൽ പിന്നെ എന്തെങ്കിലും സക്സസ് ഉണ്ടാവും നിനക്ക്, ഇപ്പം മലയാളം തുടങ്ങിക്കോ, പിന്നെ മിഡിൽ തുളു ഇതാക്ക് പറഞ്ഞെങ്കിൽ അത് നീ ഒന്ന് ഡൗൺ ആക്കണ്ട. പിന്നെ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് മലയാളം ഈടുത്ത മലയാളം പറഞ്ഞ കുറച്ച് വേറെ, നമ്മളെ മലയാളം വേറെ, മറ്റേ തുളു കുറച്ച് അങ്ങനെ മിക്സ് ഉണ്ട്. നമ്മളെ കാസർഗോഡ് മലയാളം എന്ന് പറയുമ്പോൾ നമ്മളെ കേരള, തലശ്ശേരി, കണ്ണൂർ അങ്ങോട്ട് മലയാളം വേറെ. സോ അതാ ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ശരിയായിട്ട് ആ മലയാളം എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര കഷ്ടത്തിലാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ മലയാളം സംസാരിക്കുന്നത്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ സോറി. എനിക്ക് ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു, ഇത് ഇങ്ങനല്ല, നീ പറഞ്ഞ തെറ്റ്, നെക്സ്റ്റ് ഇങ്ങനെ പറഞ്ഞു. സോ ഞാൻ ചേഞ്ചസ് ആക്കുക. അതുകൊണ്ട് ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് ഫുൾ എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കണ്ടിന്യൂ ചെയ്യാൻ സ്റ്റാർട്ടാക്കിയ പറഞ്ഞെങ്കിൽ ഓക്കെ, ഞാൻ മലയാളം വ്ളോഗ് സ്റ്റാർട്ടാക്കുക, ഷോർട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കും ഇതായി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു, എൻ്റെ അമ്മ, അച്ഛ, എൻ്റെ ചേച്ചിനോടെല്ലാം ഞാൻ ചോദിച്ചു ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. സോ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഉണ്ട്, എൻ്റെ എല്ലാവരും വീഡിയോ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓക്കെ പറഞ്ഞു, ഒന്നും റിസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. നീ ചെയ്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ വീട്ടുകാർ പറഞ്ഞു പിന്നെ കഴിഞ്ഞു. പിന്നെ ആര് പറഞ്ഞെങ്കിൽ ഞാൻ കേൾക്കൂല. അത് ഓർ പറഞ്ഞു ഓക്കെ, എൻ്റെ അച്ഛാമ്മ പറഞ്ഞെങ്കിൽ മതി, വേറെ ആരും ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, ഫാമിലി അങ്ങനെ. അതുകൊണ്ട് ഇതൊരു വ്ളോഗായതുകൊണ്ട് എന്നാ പറയുന്നത്, ഒരു സ്റ്റാർട്ടിങ് വ്ളോഗ് അല്ലെ, അങ്ങനെ ചെറുതായിട്ട് ഒരു വ്ളോഗ് ചെയ്യാം, സ്റ്റാർട്ടിങ് വ്ളോഗാണ്. പിന്നെന്നാ അങ്ങനെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിക്ക് വലിയൊരു താങ്ക്സ്. ഓരോ ചെയ്തോ പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മലയാളം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു ദിവസം എനിക്ക് ഓർമ്മിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം
17th November 2024 ഞാൻ ഈ മലയാളം വ്ളോഗ് തുടങ്ങിയത്. എല്ലാവരും പ്ലീസ് എനിക്ക് സപ്പോർട്ട് ചെയ്യണം, പ്ലീസ് എനിക്ക് സപ്പോർട്ട് ചെയ്തോ. തുളു വ്ളോഗ്സിൽ കുറേ ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് ഏതാ വ്ളോഗും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സോ അത് റിച്ചു തുളു ടോക്സ് പറഞ്ഞിട്ട്, ഇത് റിച്ചു മലയാളം വ്ളോഗ്സ് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നവർ അതിനും സപ്പോർട്ട് ചെയ്തു. തുളു വ്ളോഗ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ മലയാളം വ്ളോഗ്സൊക്കെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും എൻ്റെ വ്ളോഗ്സ് ഫുള്ളായി നോക്കണു. പിന്നെന്താ, എല്ലാവരും സപ്പോർട്ട് ആക്കുന്നു ഞാനൊരു വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നല്ല നല്ല വ്ളോഗ്സ് കണ്ടൻറ്റ്സ് ഞാൻ ഇനി മലയാളത്തിൽ ഇടും. അപ്പോൾ ഇന്നത്തെ ഇൻട്രഡക്ഷൻ വീഡിയോ ഇത്ര മതി എന്ന് തോന്നുന്നു എനിക്ക്. സോ കുറേ ലോങ് ആയിട്ടെങ്കിൽ ആരും കാണൂല. അതുകൊണ്ട് ഇതൊന്ന് ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് ഒരു ചെറുതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമല്ലേ മലയാളത്തിൽ. അപ്പോൾ എനിക്ക് എല്ലാവരും ഒരു ആശീർവാദം, ദൈവത്തിൻ്റെ ആശീർവാദം എനിക്ക് ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. റിച്ചു മലയാളം വ്ളോഗ്സ്.